ഓട്ടോമേഷൻ എന്നുള്ളത് മാത്രമല്ല, ഏത് ടൈപ്പ് ഓഫ് വർക്കാണെങ്കിലും ഒരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫസ്റ്റ് ഓഫ് ഓൾ, ഏത് വർക്കാണോ കൊടുക്കുന്നത് ആ വർക്കിൽ പുള്ളിക്ക് പ്രോപ്പറായിട്ടുള്ള നോളജ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്, സെയിം ഫീൽഡിൽ പുള്ളിക്ക് എക്സ്പീരിയൻസ്ഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. മൂന്നാമത്, പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഒരു പുതിയ ആളാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വിവരമുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പുള്ളിയുടെ ക്രെഡിബിലിറ്റി. ട്രസ്റ്റ് വർത്തി ആണോ എന്നുള്ളത്, അത് ഏത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട, കാരണം പണമിടപാട് നടക്കുന്ന ഒരു സംഭവമാണ്. സോ അത് നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. നാലാമത്, പ്രത്യേകിച്ച് എൻ്റെ ഫീൽഡ് പോലുള്ള ഫീൽഡുകളിൽ വരുമ്പോൾ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് വളരെയധികം വേണ്ട ഒരു മേഖലയാണെങ്കിൽ ആ കോൺട്രാക്ടർ ഇന്നത്തെ മാർക്കറ്റിനനുസരിച്ചിട്ട് അവിടെ വർക്ക് കഴിഞ്ഞാലും എത്ര കാലത്തോളം നിലനിൽക്കും എന്നുള്ളത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ഞാൻ ഈവൻ പുതിയ ആൾക്കാരെ വരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഇത് ചെക്ക് ചെയ്യാൻ നമുക്കിപ്പോൾ റിവ്യൂ സിസ്റ്റം, ഗൂഗിൾ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഈവൻ പുതിയൊരാളാണെങ്കിൽ പോലും അയാൾക്ക് പ്രോപ്പറായിട്ടൊരു ഈ ഗവൺമെൻറ് പറയുന്ന പോലെ GST സർട്ടിഫിക്കറ്റോ ഒരു ഓഫീസോ ലൈസൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ആഫ്റ്റർ സെയിൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കാനുള്ള രീതിയിൽ നമുക്കൊരു വിശ്വസിക്കാനാവും. കാരണം ഇല്ലെങ്കിൽ അവരെപ്പോൾ വേണമെങ്കിലും നിർത്തിയിട്ട് പോവാം എന്നുള്ള ഇതാണ്.